ബഹിരാകാശ കുതിപ്പിന് ഒമാനും ഫ്രാൻസും കൈകോർക്കുന്നു. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കും. ഒമാനിൽ വാണിജ്യ സ്ഥാപനം തകർത്ത് മോഷണം നടത്തിയ സ്വദേശി അറസ്റ്റിൽ. ഒമാനിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗ് നിരോധനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ബഹിരാകാശ മേഖലയിലെ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനായി ഒമാനും ഫ്രാൻസും തമ്മിൽ താൽപര്യപത്രത്തിൽ ഒപ്പുവെച്ചു. ശാസ്ത്രീയ ഗവേഷണം, സാങ്കേതിക വിദ്യ, വ്യവസായ വികസനം എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം വ്യാപിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഒമാന്റെ വളർന്നുവരുന്ന ബഹിരാകാശ മേഖലയുടെ പുരോഗതിക്കും ഇരു രാജ്യങ്ങളുടെയും പരസ്പര താൽപര്യങ്ങൾക്കും പിന്തുണ നൽകുന്നതാണ് ഈ പുതിയ കരാറെന്ന് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. ശാസ്ത്രീയ സാങ്കേതിക വ്യവസായ സഹകരണം മെച്ചപ്പെടുത്തുക, ബഹിരാകാശ മേഖലയിലെ വൈദഗ്ധ്യം കൈമാറുക, ഒമാന്റെ ബഹിരാകാശ വ്യവസായ വികസനത്തെ പിന്തുണക്കുക, വിവിധ മേഖലകളിൽ ബഹിരാകാശ ആപ്ലിക്കേഷനുകളുടെ ഉപയോഗം വ്യാപിപ്പിക്കുക എന്നിവയാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ പങ്കാളിത്തം ഒമാൻ ഫ്രാൻസ് സാമ്പത്തിക ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. ബഹിരാകാശ മേഖലയിൽ ഒമാനും ഫ്രാൻസും തമ്മിലുള്ള മുൻകാല സംയുക്ത പദ്ധതികളുടെ തുടർച്ചയായാണ് ഈ പുതിയ കരാർ. ആമിറാത്തിൽ രാത്രിയിൽ വാണിജ്യ സ്ഥാപനത്തിന്റെ പൂട്ട് തകർത്ത് കവർച്ച നടത്തിയ സ്വദേശി പൗരനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ROPയുടെ ഡയറക്ടർ ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് വിഭാഗമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി കേസ് ബന്ധപ്പെട്ട അന്വേഷണ വിഭാഗത്തിന് കൈമാറിയതായി പോലീസ് അറിയിച്ചു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമകൾ സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കണമെന്ന് ROP കർശന നിർദ്ദേശം നൽകി. എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും നിർബന്ധമായും CCTV സുരക്ഷാ ക്യാമറകളും അലാറം സംവിധാനങ്ങളും സ്ഥാപിക്കുക. രാത്രികാലങ്ങളിൽ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും വലിയ തുക പണമായി സൂക്ഷിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക തുടങ്ങിയ മുൻകരുതലുകൾ മോഷണ സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ROP ഓർമ്മിപ്പിച്ചു. ഒമാനിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ നിരോധിക്കുന്നതിന്റെ 5ാം ഘട്ടം 2026 ജൂലൈ 1 മുതൽ നടപ്പിലാക്കുന്നതായി മസ്കത്ത് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഡിസിഷൻ നമ്പർ 8/2024 വ്യവസ്ഥകൾ നടപ്പിലാക്കിക്കൊണ്ടുള്ള പുതിയ ഘട്ടത്തിൽ കൂടുതൽ വാണിജ്യ മേഖലകളിലേക്ക് നിരോധനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പരമ്പരാഗത ഒമാനി കടകൾ, സ്വർണം വെള്ളി ആഭരണശാലകൾ, ഫർണിച്ചർ ഷോപ്പുകൾ, വാഹന ഡീലർഷിപ്പുകൾ, കാർ കെയർ സെന്ററുകൾ എന്നിവയാണ് പുതുതായി ഈ പരിധിയിൽ വരുന്നത്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സുസ്ഥിരമായ ഉപഭോഗ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഒപ്പം വിപുലമായ പരിസ്ഥിതി സംരക്ഷണ ലക്ഷ്യങ്ങളെ പിന്തുണക്കുക എന്നിവയോടുള്ള നിരന്തരമായ പ്രതിബദ്ധതയാണ് ഘട്ടം ഘട്ടമായുള്ള ഈ നടപ്പാക്കലിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.